മാന്യരായിരിക്കുന്ന എല്ലാ നല്ല കേൾവിക്കാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുലമായിരിക്കുന്ന സ്നേഹവന്ദനത്തെ ഞങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. നാം പാർക്കുന്നതായി സമൂഹത്തെ മുച്ചൂടും മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി നടക്കുന്ന ഒരു ലഹരവിരുദ്ധ ബോധവൽക്കരണ സന്ദേശത്തിലേക്കാണ്, സുവിശേഷ സന്ദേശത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം അഭിമുഖീകരിക്കുന്നതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയും അതിനോടനുബന്ധമായി നാം അനുഭവിക്കുന്ന വിഷയങ്ങളുമാണ്. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നവും ലഹരി ഉപയോഗിക്കാത്ത വ്യക്തികൾ അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന ഒരു സത്യമാണ്. പ്രിയ സ്നേഹിതരെ, മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ തന്നോട് തന്നെ കാണിക്കുന്നതായിരിക്കുന്ന വലിയൊരു മാരകമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തൻ്റെ ആരോഗ്യത്തെയും തൻ്റെ സംസ്കാരത്തെയും തൻ്റെ ജീവിതത്തെയും ഒക്കെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ആ വ്യക്തി വരുത്തി വെക്കുന്നതായ വിനാശകരമായിരിക്കുന്ന കൊലപാതകങ്ങൾ, അതുപോലെ മറ്റുള്ളവരോട് കാണിക്കുന്ന പ്രതികാരപരമായിരിക്കുന്ന പ്രകോപനങ്ങൾ, ഇതെല്ലാം ആ സമൂഹം അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ മദ്യം ഉപയോഗിക്കാത്ത വ്യക്തിയും മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത വ്യക്തിയും മദ്യപാനികളെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികളെയും കൊണ്ട് അനുഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലോചിതമായിട്ട് നാം ചിന്തിക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകളൊക്കെ അതിന് മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ദുരന്തപൂർണമായിരിക്കുന്ന തെളിവുകൾ നിരത്തി വയ്ക്കുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അർണോൾഡ് ടോയിൻബി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ നാഗരികതയുടെ ഉയർച്ചയും തളർച്ചയും വളർച്ചയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ലോകത്തിൽ വെള്ളിവെളിച്ചം പോലെ മനുഷ്യർക്ക് മാതൃകയായിരുന്ന അനുഗ്രഹമായി തീർന്നതായ 21 നാഗരികതയിൽ 19 നാഗരികതയും തകർന്നു പോകുവാനുള്ള ഏക കാരണം മദ്യമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, മദ്യപാനം നാഗരികതകളെ തച്ചുടച്ചുവെങ്കിൽ മദ്യപാനം കുടുംബങ്ങളെ എത്രമാത്രം തകർക്കുമെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മദ്യപാനം നാഗരികതകൾക്ക് വിനാശകരമായിരിക്കുന്ന നിലയിൽ ഇടപെട്ടെങ്കിൽ മദ്യപാനം വ്യക്തികളെ, കുടുംബങ്ങളെ എത്രമാത്രം തകർക്കുമെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന നഗരങ്ങൾ, മദ്യം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ, മദ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിരിക്കുന്ന ആ സമൂഹങ്ങളൊക്കെ എത്രമാത്രം തകർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ നാം അത് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ തകർക്കുമെന്നും നമ്മുടെ സംസ്കാരത്തെ തകർക്കുമെന്നും നമ്മുടേതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ജീവിത ബന്ധങ്ങളെ ശിഥിലമാക്കുമെന്നുള്ള കാര്യത്തിൽ അത് അറിയാൻ മേലാത്തവരായി ആരും തന്നെയില്ല. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലവണ്ണം ബോധ്യമുണ്ട്. എന്തിനേറെ പറയുന്നു, മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ള വാക്ക് തന്നെ എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു ബോധവൽക്കരണ വാക്കുകളാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുകവലിക്കുന്ന ആ വ്യക്തി സിഗരറ്റ് പാക്കറ്റ് വാങ്ങുമ്പോൾ അതിന്റെ പുറത്ത് അർബുദം പോലെയുള്ള മാരക രോഗങ്ങൾക്ക് ഇത് കാരണമായി തീരുമെന്നുള്ളതായ വാക്കുകൾ ബോധവൽക്കരണത്തിന്റെ വാക്കുകളല്ലേ? ഇത് മനസ്സിലാക്കിയിട്ടും ഇതറിഞ്ഞിട്ടും ഇത് വേണ്ട വിധത്തിൽ മനുഷ്യൻ ചിന്തിച്ച് അവന് അറിയാവുന്നിട്ടും എന്നിട്ടും അവൻ എന്ത് ചെയ്യുകയാണ്? ഇത്തരം കാര്യങ്ങളിലേക്ക് അവൻ പോകുന്നു, മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കും പോകുന്നു. ഇതെല്ലാം അറിയാവുന്നിട്ടും അവൻ ചെയ്യുന്നതായിരിക്കുന്ന ഈ വിപത്തിന്റെ പിൻപിലെ ആധാരം എന്താണ് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, ഇതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ബോധ്യമുണ്ടായിട്ടും മനുഷ്യൻ പിന്നെയും പിന്നെയും ഇതിന്റെ പിന്നിലേക്ക് പോകുവാനുള്ളതായിരിക്കുന്ന പ്രേരക ശക്തി, അവന് കൊടുക്കുന്ന പ്രോത്സാഹന ശക്തി എന്താണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, അതിന്റെ പിൻപിലുള്ളതായിരിക്കുന്ന മനുഷ്യനെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അസന്മാർഗികയിലേക്കും മറ്റുള്ള പരമനുഷ്യരെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ തെറ്റായിരിക്കുന്ന ചിന്താധാരകളിലേക്കും ഒക്കെ കൊണ്ടുചെല്ലുന്നതായ ആ വലിയ വിപത്തിന്റെ അതിന്റെ ആധാരം എന്താണ് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നതായിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: നന്മ ചെയ്യുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ ആഗ്രഹിക്കാത്തതായിരിക്കുന്ന തിന്മ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയ സ്നേഹിതരെ, ഇത് മനുഷ്യവർഗത്തിന്റെ വിലാപമാണ്. അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന, അവൻ സ്വപ്നം കാണുന്നതായിരിക്കുന്ന ആ നല്ല ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുചെല്ലുവാൻ കഴിയാതെ വണ്ണം ഇന്നിന്റെ മനുഷ്യൻ
മനുഷ്യൻ വളരെ പ്രശ്നകലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളെ അടുത്തും അകലെയുമായി ഒക്കെ ശ്രദ്ധിക്കുന്നവരോട് ഞങ്ങൾ പറയട്ടെ, ഇത് മനുഷ്യനിൽ അങ്കുരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനിൽ ഉള്ളതായിരിക്കുന്ന പാപത്തിന്റെ പ്രവണതയാണ് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതേ സ്നേഹിതരെ, മനുഷ്യൻ പാപിയായിരിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ പരിണിത ഫലങ്ങളായിരിക്കുന്ന മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പ്രതികാരപരമായിരിക്കുന്ന ഇടപെടലുകളും മനുഷ്യനിൽ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനുഷ്യന് മോചനം ലഭ്യമായി കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് മനുഷ്യന് പൂർണ്ണമായിരിക്കുന്ന ആ ഒരു മോചനം ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഇന്നിന്റെ സകല പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനെ മനയെടുക്കുവാനായിട്ട് അവനെ ശക്തനാക്കുന്നതായ ഒരു സംവിധാനമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, മദ്യം വരുത്തി വെച്ചിരിക്കുന്ന വിനാശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? മയക്കുമരുന്ന് വരുത്തി വെച്ചിരിക്കുന്ന വിനാശകരമായിരിക്കുന്ന ജീവിതത്തിന്റെ ഉടമയാണോ നിങ്ങൾ? പ്രിയ സ്നേഹിത, അതിന്റെ ആധാരം പാപമാണെങ്കിൽ പാപത്തിൽ നിന്നൊരു പൂർണ്ണമായിരിക്കുന്ന ഒരു മോചനത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ പാപത്തിൽ നിന്ന് മോചനം സംഭവിക്കുമ്പോൾ പാപത്തിന്റെ പരിണിത ഫലങ്ങളായിരിക്കുന്ന മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന ജയം ലഭിക്കുമെന്നുള്ളതായ സദ്വർത്തമാനം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ എന്ത് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് പലരുടെ ഹൃദയത്തിൽ അവശേഷിക്കുകയാണ്. അതിനുവേണ്ടി ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസം അനിവാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം വിദ്യാഭ്യാസം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ അവർ വലിയ വലിയ തെറ്റുകൾ, വലിയ വലിയ പാപങ്ങൾ ചെയ്ത് ആ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. നാം പഠിച്ചതായിരിക്കുന്ന വിദ്യാഭ്യാസം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർന്നില്ല, നാം കണ്ടുപിടിക്കുന്നതായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, നമ്മുടെ കൈകളിൽ ഉപയോഗിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനായിട്ട് കഴിയുമോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, ഇന്റർനെറ്റ് പോലെയുള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ, സംവിധാനങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, ഇതൊക്കെ പാപത്തിലേക്ക് മനുഷ്യനെ വലിച്ചിടുന്നതായിരിക്കുന്ന ഒരു പിന്നാമ്പുറവും അതിനുണ്ട് എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടർത്തുവാൻ, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് എന്ത് കാര്യമാണ്, എന്ത് സംവിധാനമാണ് ഉള്ളത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങൾ നിങ്ങളോട് കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഇതാണ്. മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ദൈവം ഇവിടെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പാപപരിഹാരാർത്ഥം ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന ഏകരക്ഷാനാമം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സധൈര്യം ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരേ ഒരു നാമം മാത്രം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയ സ്നേഹിതരെ, പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരികളിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന ഏകരക്ഷാനാമം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് ഞങ്ങൾ ഇവിടെ ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുകയാണ്. മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായ ആ വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഉലകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു വചനസൂത്രം ഇങ്ങനെയാണ്: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അതേ സ്നേഹിതരെ, യേശുവിന്റെ പേരിൽ അനേകം പള്ളികളുണ്ട്, യേശുവിന്റെ പേരിൽ അനേകം ആലയങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്, യേശുവിന്റെ പേരിൽ അനേകം സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ യേശുവിന്റെ പേരിൽ എഴുതപ്പെട്ട അനവധി പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഇതിനൊന്നും വേണ്ടിയല്ല യേശു ക്രിസ്തു ഉലകത്തിലേക്ക് വന്നത്. പിന്നെയോ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന രക്ഷകൻ ഈ ഉലകത്തിലേക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് യേശു ക്രിസ്തു മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിച്ചത് എന്നുള്ള കാര്യം കൂടെ ഞാൻ വിശദീകരിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, മനുഷ്യന്റെ പാപത്തിന് ദൈവകോടതിയിൽ ശിക്ഷ മാത്രമേ ഉള്ളൂ, അതും മരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്. ശ്രദ്ധിക്കണമേ, വിശുദ്ധ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്:
പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ദൈവകോടതിയിൽ പാപത്തിന്റെ ഏകശിക്ഷ എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന മരണമാണ്. നിത്യമായിരിക്കുന്ന മരണത്തിന് വിധിക്കപ്പെട്ടതായിരിക്കുന്ന, നരകത്തിന്റെ വിറകുകളായി മാറുവാനായിട്ട് വിധിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ മരിക്കുന്നതോടുകൂടെ ദൈവകോടതിയുടെ മുൻപാകെ ആ വിധിക്ക് യോഗ്യരായി മാറുകയാണ്. അങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവവേദസില്ലാത്തവരായി കൊള്ളരുതാത്തവരായി മാറിയപ്പോൾ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ഉലകത്തിലേക്ക് പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന ആ നിത്യമായിരിക്കുന്ന ആ വലിയ വില കൊടുക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഉലകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതായ സത്യസുവിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പാപത്തിന്റെ പരിഹാരം വരുത്തിക്കൊണ്ട്, പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തിക്കൊണ്ടാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഉലകത്തിലേക്ക് കടന്നു വന്ന് തന്റെ ജീവിതവും തന്റേതായിരിക്കുന്ന സഹനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. പ്രിയ സ്നേഹിതരെ, പാപത്തിന്റെ ശിക്ഷയുടെ കഠോരമായിരിക്കുന്ന അനുഭവം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. 33 തിരുവയസ്സിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഗെത്സമന എന്ന് പറയുന്ന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോമൻ കാബാലികളാൽ താൻ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗോത്ത വരെ താൻ മെതിക്കപ്പെടുവാനിടയായി തീർന്നു. പീലാത്തോസിന്റെ മുൻപിൽ അങ്ങനെ 5 കോടതികളിൽ 6 പ്രാവശ്യം താൻ വിസ്തരിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിലായി ആ കോടതിയുടെ വിധി എങ്ങനെയായിരുന്നു? ഇവൻ നീതിമാൻ, ഇവൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നുള്ളതായിരുന്നു ആ വിധി. എന്നാൽ ശ്രദ്ധിക്കണമേ, ഒരു പ്രധാന കോടതിയിലെ പ്രധാന ജഡ്ജി ഈ മനുഷ്യൻ നീതിമാനെന്ന് വിധിച്ചാൽ അനന്തരം ആ മനുഷ്യനെ വെറുതെ വിടണമെന്നുള്ളത് ഒരു ഏത് സാധാരണക്കാരും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവനെ വാറുകൊണ്ട് അടിക്കേണ്ടതിന് അവനെ പടയാളികൾക്ക് കൈമാറുകയായിരുന്നു. തീർന്നില്ല, അവനെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി പടയാളികൾക്ക് വിട്ടുകൊടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്തുകൊണ്ട് യേശുവിനൊരു മോചനം സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്കപ്പുറം പ്രവാചകന്മാർ പ്രവചിച്ച പാപത്തിന്റെ പരിഹാരകനായി ഉലകത്തിലേക്ക് കടന്നു വരുന്നതായ സാക്ഷാൽ രക്ഷിതാവെന്ന് പറയുന്ന യേശുക്രിസ്തു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കണമെന്നുള്ള ശിക്ഷാ നിയമം അല്ലെങ്കിൽ ദൈവകോടതിയുടേതായിരിക്കുന്ന ലംഘിക്കപ്പെടാത്തതായിരിക്കുന്ന നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ഈ കോടതിക്ക്, ഈ മാനുഷിക കോടതിക്ക് അവനെ വെറുതെ വിടുവാൻ കഴിയുകയില്ലായിരുന്നു എന്നുള്ളതായ ആ ദൈവികമായിരിക്കുന്ന സംവിധാനത്തെ നാം മനസ്സിലാക്കണം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതായ ആ വാക്കുകൾ അർത്ഥവത്താക്കിക്കൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ഉലകത്തിലേക്ക് കടന്നു വന്നു. പ്രിയ സ്നേഹിതരെ, പീലാത്തോസിന്റെ ഗബത മുതൽ കാൽവരി വരെ യേശുക്രിസ്തു മെതിക്കപ്പെടുവാനിടയായി തീർന്നു. 5 കോടതിയിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ ഒരു തെറ്റും കണ്ടിട്ടില്ല എന്നുള്ളത് ആ കോടതിയുടെ വിധിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നെ എന്തിനാണ് യേശുക്രിസ്തു മരിച്ചത്? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള വസ്തുത ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു മോചനമുണ്ട്. നാം അനുഭവിക്കുന്നതായ ഇന്നിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന പാപമോചനത്തിന്റെ ആ ഉടമസ്ഥരായി മാറുവാൻ ഈ സുവിശേഷ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. ഇത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക സന്ദേശമാണ്. സോഷ്യൽ മീഡിയകളൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രബുദ്ധരായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം കൈമാറുമെന്നുള്ള ആ നല്ല ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കൂ. യേശുക്രിസ്തുവിന്റെ സ്നേഹം കടന്നു വന്നതായിരിക്കുന്ന സമൂഹങ്ങൾ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ഏറ്റെടുത്തതായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും പോലീസ് അധികാരികൾക്കും തലവേദനയായി മാറിയിട്ടില്ല. ഡീഅഡിക്ഷൻ സെന്ററുകൾക്ക് ചെയ്യാൻ കഴിയാത്തത്, പോലീസ് അധികാരികൾക്ക് ചെയ്യാൻ കഴിയാത്തത്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നരഭോജികളെ പോലും നരസ്നേഹികളാക്കി മാറ്റുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം തേടിയെത്തുമ്പോൾ അവരെല്ലാവരും രൂപാന്തരപ്പെടുകയായിരുന്നു. അതേ സ്നേഹിതരെ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ നാൽക്കവലകളിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ആത്മഹത്യക്ക് വേണ്ടി കയറെടുക്കുന്ന, ആത്മഹത്യക്ക് വേണ്ടി വിഷക്കെട്ടി തിരയുന്നതായിരിക്കുന്ന ഒരു ജീവിതത്തിനുടമയാണോ ആ നിങ്ങളെങ്കിൽ? അല്ല, അങ്ങനെ ഒരു ജീവിത സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും അടിത്താറുകൾ സംജാതമായാൽ
നിങ്ങൾ മനസ്സിലാക്കണമേ, നിങ്ങൾക്കൊരു മോചനമുണ്ട്, നിങ്ങൾക്കൊരു മോചകനുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നതായിരിക്കുന്ന രക്ഷയുടെ സന്ദേശം നിങ്ങൾ കേട്ടുകൊള്ളുക. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുകയും നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്ത് പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാകൂ. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അങ്ങനെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒറ്റ വ്യവസ്ഥിതിയെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന കരുത്തുറ്റതായിരിക്കുന്ന ഒരു കരം കാലത്തിന്റെ കതിരവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനുണ്ട് എന്നുള്ള വസ്തുത ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങയുടെ മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞങ്ങളെ വിടുവിച്ചവനായിരിക്കുന്ന ദൈവം ലോകത്തിന് രൂപാന്തരം വരുത്തിയതായിരിക്കുന്ന അനേകം മദ്യപാന്മാരെ മാനസാന്തരത്തിലേക്ക് നടത്തിയവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെയും തേടിയെത്തുക തന്നെ ചെയ്യും. ഒരു നിമിഷം ഈ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തിന് മുൻപാകെ സമർപ്പിച്ച എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെ വിടുവിച്ചവനായിരിക്കുന്ന അങ്ങ് കർത്താവ് ഈ സന്ദേശം കേട്ട എല്ലാവരും വിടുവിക്കണമേ. ഈ ദേശത്തെ ഞങ്ങൾ അങ്ങോട്ട് നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ നിങ്ങളെ ശ്രമിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ വാങ്ങുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.